മമ്മൂട്ടി പ്രായശ്ചിത്തം ചെയ്യണം, മുസ്ലിങ്ങളോട് മാപ്പ് പറയണം. ആവശ്യം ഒ അബ്ദുള്ളയുടേതാണ്. മമ്മൂട്ടി ചെയ്ത കുറ്റം എന്താണെന്നും കൂടി കേൾക്കണം സാർ. അദ്ദേഹത്തിന് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ഒരു വഴിപാട് നടത്തി. മമ്മൂട്ടിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി, കേരളത്തിൻ്റെ മഹാനടന് വേണ്ടി, കേരളത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി, അങ്ങനെയുള്ള ആ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ചെയ്തതൊരു വലിയ തെറ്റാണ്. അത് മമ്മൂട്ടി അറിഞ്ഞിട്ട് ചെയ്തതാണെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണം, പ്രായശ്ചിത്തം തൗബ ചെയ്യണം എന്നാണ് അബ്ദുള്ള ആവശ്യപ്പെടുന്നത്. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? മോഹൻലാൽ പറഞ്ഞു ഈ വഴിപാട് മമ്മൂട്ടിയുടെ പേരിൽ നടത്തി. അത് സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. അതെ, അത് ഈ പുറത്ത് വിട്ടത് ദേവസ്വം ബോർഡാണ്. അതെന്താ ഏർപ്പാടെന്നാണ് ചോദിക്കുന്നത്. ദേവസ്വം ബോർഡിന് ചിലപ്പോൾ പറയാനുള്ളത് ഇല്ല, വെടിവഴിപാടാകുമ്പോൾ മൈക്ക് കൂടി വിളിച്ചു പറയാതെ വിളിച്ചു പറഞ്ഞാൽ ഫലം കൂടുതൽ കിട്ടുമോ എന്ന് പറഞ്ഞതുപോലെ ഇത് ശബരിമലയിൽ അതൊരു മതേതര ഇടം, അതെ, എല്ലാവർക്കും പ്രവേശനമുള്ളൊരു സ്ഥലമാണ്. ഇത് അബ്ദുള്ള ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അവിടെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? അല്ലേ സാർ? അയ്യപ്പന്റെ ഉറ്റ മിത്രമാണ് വാവര്. ഇത് നമ്മൾ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് വേറെ പലരും ഉണ്ടാകും, അത് വേറെ കാര്യം. എരുമേലിയിൽ എന്താണ്? മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്, മതമൈത്രിയുടെ ഇടം എന്നൊക്കെയാണല്ലോ വിശേഷണം. അതെ. അതോ ഈ പൈസയ്ക്ക് വേണ്ടിയാണോ മതമൈത്രി കളിക്കുന്നത്? എരുമേലി കൊച്ചമ്പലത്തിൽ നിന്നാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ആലങ്ങാട്ടുകാരുടെയും അമ്പലപ്പുഴ സംഘക്കാരുടെയും. ഈ പേട്ടതുള്ളൽ തുടങ്ങിക്കഴിഞ്ഞാൽ, കൊച്ചമ്പലത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വാവര് പള്ളിയിലേക്കും കയറും. അയ്യപ്പൻ എത്ര കാണിക്കയിടുന്നുണ്ടോ അത്രയും തന്നെ അയ്യപ്പന്റെ സുഹൃത്തായ വാവർക്കും കൊടുക്കും ഭക്തര്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ വാരി കോരി കൊടുക്കും. ഞാൻ കണ്ടിട്ടുള്ളതാണിത്. അവിടെ ചെന്നാൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന കാര്യമല്ലേ, വലിയ വരുമാനമാണ്. പിന്നെ 18-ാം പടിയുടെ വലത് ഭാഗത്തായിട്ട് കയറുമ്പോൾ അല്പം മാറി വാവര് നടയുണ്ട്. 2016 പിണറായി വിജയൻ ശബരിമലയിൽ പോയപ്പോഴേ അവിടെ ചെന്ന് ശ്രീകോവിലിൻ്റെ അടുക്ക വരെ എത്തി. ശ്രീകോവിലിൻ്റെ അടുക്ക വരെ പോകുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിണറായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വാവര് നടയെ വന്നു. വാവര് നടയെ വന്നപ്പോൾ അവിടെ കൂടുതൽ നേരം നിന്നു. അവിടെ നീ ഇതൊക്കെ കൊടുക്കും, കുരുമുളകൊക്കെ കൊടുക്കും. അത് വാങ്ങി കഴിച്ചു. വീണ്ടും ചോദിച്ചു, വാങ്ങി. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്കറിയാം, വേറെ കാര്യമാണ്. പിന്നെ പക്ഷെ സാർ, ഈ അബ്ദുള്ളയുടെ ഈ പ്രസ്താവന കേരളത്തെ എങ്ങോട്ടേക്കാണ്, എത്ര പിന്നിലേക്കാണ് അടിക്കുന്നത്? ഇപ്പം പ്രശാന്തിന് വേണമെങ്കിൽ ശബരിമല ചെന്നിട്ട് മമ്മൂട്ടിയുടെ പേരിലോ ഷാരൂഖ് ഖാന്റെ പേരിലോ മോഹൻലാലിന്റെ ആരുടെ പേരിന് വഴിപാട് നടത്താം. പ്രശാന്ത് പോയി അവിടെ ഷീട്ടാക്കുമ്പോൾ അതൊന്നും ആരും അറിയത്തില്ല. ഇപ്പം മോഹൻലാൽ പോയി അത് ഷീട്ടാക്കി കഴിഞ്ഞപ്പോൾ അത് മമ്മൂട്ടിക്ക് വേണ്ടി അതിനെന്താ തെറ്റ്? ഒരു മതേതരമായിട്ടുള്ള ഇടമല്ലേ അത്? ശബരിമലയുടെ ചുറ്റിനുമുള്ള കച്ചവടക്കാരുടെ എണ്ണം ചെന്നെടുക്കുക. എണ്ണമല്ല, അവരുടെ പേരുകളൊക്കെ ചോദിക്കുക. മുസ്ലിം സമുദായത്തിലുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ടെൻഡർ പിടിച്ചിരിക്കുന്ന അവരാണ്. ഇനി ഗുരുവായൂർ 4 നടയുടെ ചുറ്റിനും ചെല്ലേ മുസ്ലിങ്ങളാണ്. അവരവിടെ പോയി രാവിലെ കൃഷ്ണന്റെ നടയിൽ ഒന്ന് നിന്ന് അവര് കാണിക്കിട്ട് ഒന്ന് വണങ്ങിയിട്ടാണ് കട തുറക്കുന്നത്. അറിയാമോ? കച്ചവടത്തിലേക്ക് അവരുടെ ഉപജീവനമാണ് സാർ. അതെ. ഇതെന്താ? വിശപ്പിന് ആഹാരം വാങ്ങാനുള്ള വകയാണത്. ആണോ? അപ്പൊ ഈ അയ്യപ്പനെ വണങ്ങിയാൽ അതുപോലെ നമ്മുടെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് അല്ല, ഇതിൽ ഈ അബ്ദുള്ളക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ? എനിക്ക് അതാണ് മനസ്സിലാക്കുന്നത്. ഈ ചൊറിച്ചിൽ എന്തിനാണ്? ഇത് തീവ്രവാദികളല്ലേ? ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ല, ഇവരെല്ലാം പറയുന്നത് ഇത് കേരളമാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല. തിരിച്ച് അബ്ദുള്ളയോടും പറയാനുള്ളത് ഇത് കേരളമാണ്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ കേരളം ഇതൊന്നും വെച്ചു ഉറപ്പിക്കും. പോപ്പുലർ ഫ്രണ്ടുകാരുടെ അവതാരം. ഈ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ ആറ്റിങ്ങൽ കഴിഞ്ഞിട്ടാണ് മുസ്ലിം പള്ളി, കല്ലമ്പലം, അവിടെ കടുവാപ്പള്ളി. ബസ്സിലിരിക്കുന്നവരും കാറിലൊക്കെ ഇരിക്കുന്നവരും അവിടെ എല്ലാം കാണിക്കെറിയും. പണ്ട് ഇത് റോഡിൽ നിന്ന് അവര് തന്നെ അവരുടെ ആൾക്കാർ പെറുക്കിയെടുക്കുക. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അപകടങ്ങൾ പലതും നടന്നു. ഇപ്പോഴവിടെ ഈ കാന്തമുള്ള ഒരു വാക്കിംഗ് സ്റ്റിക്കുമായിട്ടാണ് അവർ ആൾക്കാർ നിൽക്കുന്നത്. അവർ പതുക്കെ നമ്മളൊക്കെ അങ്ങനെ
അതുവഴി യാത്ര ചെയ്യുന്നവർ ഭൂരിഭാഗവും വിശ്വാസികൾ ഒരു കാണിക്കുക. അവിടെ ഒരു അമ്പലം, ഒരു ശിവന്റെയും ദേവിയുടെയും അമ്പലവും ഉണ്ട്. ഈ കടുവാപ്പള്ളി എന്ന് പറയുന്ന ഒരു ദേവീക്ഷേത്രമാണത് പ്രധാനമായിട്ടും. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ കടുവാപ്പള്ളി ഇരിക്കുന്നത്. രണ്ടും നമുക്ക് കാണാം പോകുന്ന വഴിക്ക് തന്നെ. രണ്ടിടത്തേക്കും ആൾക്കാർ, ഈ പണമിടുന്ന ആൾക്കാർ ഏത് ജാതിയിൽപ്പെട്ടവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ആൾക്കാർ ഇടാറുണ്ട്. അതും വേണമെങ്കിൽ അവർക്ക് അവിടെ എഴുതി വെക്കാമല്ലോ. അതെ, അന്യമതസ്ഥരിലുള്ളവർ കാണിക്കരുത്. എന്തൊരു ലോകമാണ് ഈ തിരുവാഭരണം ശബരിമലയ്ക്ക് കൊണ്ടുപോകുമ്പോൾ പന്തളത്ത് നിന്ന് തിരിച്ചാലേ തിരുവാഭരണ പാതയുണ്ട്. അവിടെ പിന്നെ കുറേ ഇടത്ത് വരുമ്പോൾ പിന്നെ കാനനത്തിലൂടെ കയറും. അതിനു മുമ്പ് ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ് പോകുന്നത്. പല മതസ്ഥരിലാണ് അവിടെ താമസിക്കുന്നത്. മുസ്ലിം സമുദായത്തിലുള്ളവരും അവരുടെ വീടിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ച് അവലും മലരും തിരുവാഭരണത്തെ സ്വീകരിക്കുന്നുണ്ട്. ഒരു ക്രൈസ്തവ കുടുംബത്തിന്റെ വീടിന്റെ മുറ്റത്ത് തിരുവാഭരണം ഇറക്കി ഇവര് പിന്നെ കാപ്പി കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. തിരുവാഭരണ വാഹക സംഘം. അപ്പൊ അത്രയും വലിയൊരു സൗഹാർദ്ദം കാണിക്കുന്ന ഇടമാണ്. അവിടെയാണ് ഈ വിഷം കലക്കുന്നത്. ഇത് സത്യത്തിൽ വിഷം കലക്കലാണ്. ഈ നമ്മുടെ മർത്തോമാ സഭയുടെ മാർ ക്രിസോസ്റ്റം തിരുമേനി ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പൊ ഇല്ലല്ലോ, വളരെ രസികനാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഈ ശബരിമല തീർത്ഥാടന കാലത്ത് ഇങ്ങനെ കാത്തിരിക്കുമെന്നാണ് പറയുന്നത്. അരവണ വേണം എന്ന് പറഞ്ഞ്. അപ്പോൾ പലരോടും പറഞ്ഞിട്ട് അരവണയൊക്കെ അദ്ദേഹം വാങ്ങിപ്പിക്കും തീർത്ഥാടന സമയത്ത്. അങ്ങനെ വലിയൊരു മതേതര സ്വഭാവമുള്ള ആൾക്കാരെ അങ്ങനെ അദ്ദേഹത്തിന്റെ നിരവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം. അദ്ദേഹം ക്രൈസ്തവ വിഭാഗത്തിൽ ഒരുപാട് സരസമായി സംസാരിക്കുന്ന ഒരാളാണ്. എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ടെന്നറിയാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര് കെട്ട് നിറച്ച് 18-ാം പടി. സാർ, അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതാണ് പണ്ട്. ഈ ശബരിമല ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ, ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ ശബരിമലയിൽ ഡ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കേരള പോലീസ്, KSCB, KSRTC, വാട്ടർ അതോറിറ്റി, PWD ഈ വകുപ്പുകളിലൊക്കെ ഭയങ്കര അടിയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമല പോയി ആ മണ്ഡലകാലത്ത് ഡ്യൂട്ടി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ഭാഗ്യം, ഒരു നന്മ, ഒരു ലാഭം അവർക്ക് കിട്ടിയിരിക്കുമെന്നാണ് പോലീസുകാർ അച്ചട്ടായിട്ട് പറയുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിരിക്കുമെന്നാണ്. ഇത് ശബരിമലയിൽ അങ്ങനെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്കറിയാം, അവരുടെ ജാതിയും മതവും ഒന്നും അവിടെ ഒരു വിഷയമല്ല. അവിടെ ഡ്യൂട്ടിക്ക് വരുന്നു, ഡ്യൂട്ടി ചെയ്തിട്ട് പോകുന്നു. ഇങ്ങനെ ഡ്യൂട്ടി കിട്ടാൻ പോലീസുകാർ തമ്മിൽ വലിയ മത്സരമാണ്. അതെ, ഞാൻ ഈ ശബരിമലയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഒരിക്കൽ എന്നെ പീരിമേട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് മത്തായി എന്നാണ്, എനിക്ക് ശബരിമലയുടെ ഒരു പുസ്തകം വേണം എന്ന് പറഞ്ഞു. പേര് കേൾക്കുമ്പോൾ സംശയമൊന്നും വേണ്ട, ഞാൻ വലിയ ശബരിമല ഭക്തനാണ് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്തിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഡ്യൂട്ടിയൊക്കെ ചോദിച്ച് വാങ്ങി പോകാറുണ്ട് എന്നാണ് പറഞ്ഞത്. സർ, ഇങ്ങനെയുള്ള ഒരു വളരെ ദൈവികമായ ആത്മീയമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നിടത്തേക്കാണ് ഈ പറയുന്ന ഒരു മതവർഗീയതയുടെ ഒരു മതമൗലികവാദത്തിൻ്റെ, മതഭീകരവാദത്തിൻ്റെ ഈ വിഷം കലക്കാൻ അബ്ദുള്ളയെ പോലുള്ളവർ ശ്രമിക്കുന്നത്. അത് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ അബ്ദുള്ള, ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി, വേറെ ആരെല്ലാം പോയി ഏതെല്ലാം അമ്പലങ്ങളിൽ മമ്മൂട്ടിയുടെ പേരിന് വഴിപാട് നടന്നു കാണും. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ കാടാമ്പുഴയിൽ മുട്ടറക്കാൻ പോയി പൂമൂടൽ നടത്തിയിട്ടുണ്ട്. പൂമൂടൽ നടത്തി. VS അച്യുതാനന്ദന്റെ മകൻ അരുൺ അല്ലേ, എല്ലാ മലയാള മാസവും 1-ാം തീയതി ശബരിമലയിൽ എത്താറുണ്ടായി. ഇപ്പോഴുണ്ടോന്ന് അറിഞ്ഞൂടാ, ഒരു കാലം വരെ എത്താറുണ്ടായിരുന്നു. ഇത് അവിടുത്തെ തന്ത്രി തന്നെയാണ് എന്നോട് പറഞ്ഞ കാര്യം. പിന്നെ അതുപോലെ ആരുടെയൊക്കെ സഹാക്കന്മാരുടെ, സുധാകരന്റെ വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയിട്ടുണ്ട്. സുധാകരൻ കർക്കിടക മാസത്തിൽ രാമായണവും വായിക്കും. അതെ. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇതെന്തിനാണ് ഇത്ര അസഹിഷ്ണുത വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. വഴിപാട് ഈ അബ്ദുള്ളയ്ക്കൊക്കെ ഇത്രയും പ്രായമുണ്ട്, ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഇത് എന്തൊരു മനുഷ്യനാണ് ഈ മതവെറി തലയ്ക്ക് പിടിച്ചിരിക്കുന്ന, അതായത് മതം മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു മൃഗതുല്യമായ ജീവിതം നയിക്കുന്ന മനുഷ്യരാകരുത് നമ്മളെല്ലാ മതങ്ങളോടും ഒരു ബഹുമാനം, അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ യുക്തി അന്വേഷിച്ച് പോകരുത്.
അത് അവർക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അവർ വിശ്വസിച്ചോട്ടെ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇത് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത വിശ്വാസത്തെ എന്തിനാണ് ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നത്? 7 തിരിയാത്തവന് പിന്നെ 70 തിരിയും. അത് ഉള്ളിൽ നിറയെ വിഷമാണ്. അത് നീ ആർക്കും മാറ്റിയെടുക്കാൻ കഴിയില്ല. അതാണ് സത്യം. എന്തായാലും കേരളം ഇതിനെ തള്ളിക്കളയും. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എന്ന് മാത്രമല്ല, സിനിമയെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ഈ മതവെറിയെ, ഈ മതമൗലികവാദത്തെ, ഈ വർഗീയ ഭ്രാന്തിനെ തീർച്ചയായിട്ടും തള്ളിക്കളയും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വിശ്വാസം ഏതുമാകട്ടെ അത് മനുഷ്യൻ്റെ നന്മയ്ക്കായിരിക്കണം. അതുമാത്രമേ ഉള്ളൂ. മമ്മൂട്ടിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് സർവേശ്വരൻ അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യവും നൽകട്ടെ. ഇനിയും അദ്ദേഹത്തിന് കഴിയുന്നത്ര അഭിനയിക്കാൻ, അദ്ദേഹത്തിന് ചേരുന്ന റോളുകൾ, ചേരുന്ന കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിക്കട്ടെ. ഇവരൊക്കെ മലയാളത്തിൻ്റെ പൊതു സ്വത്താണ് ഒ അബ്ദുള്ള. അവരൊന്നും കേവലം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ഒന്നും ഒരു വർഗത്തിൻ്റെയോ ഒന്നും മാത്രം സ്വത്തല്ല, മലയാളത്തിൻ്റെ പൊതു സ്വത്താണ്. വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. ശബരിമല നട തുറന്നിരിക്കുന്നു ആ സമയങ്ങളിൽ. വൈകുന്നേരം രാത്രിയിൽ പിന്നെ അടയ്ക്കുമ്പോൾ ആ കാനനത്തിൽ മുഴുവൻ കേൾക്കുന്നത് യേശുദാസിന്റെ ശബ്ദമാണ്. ഹരിവരാസനം വിശ്വമോഹനം, അതാണ് കേൾക്കുന്നത്. അതെ. അപ്പം അവിടെ എന്താണ് വേറെ അയ്യപ്പന് ജാതിയും മതവും ഒന്നുമില്ല. അയ്യപ്പന് ഭക്തര് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് അങ്ങനെയാണ്. എല്ലാ ഭക്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള, അവരവർക്ക് അറിയുന്ന രീതിയിൽ അവർ ദൈവത്തെ സ്തുതിക്കട്ടെ, പൂജിക്കട്ടെ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം അതിൽ ആരും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.